അപ്പൊ നിങ്ങൾ തൊടുപുഴ പാലാ റൂട്ടിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല വിഷരഹിതമായ പച്ചക്കറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജോണി ചേട്ടന്റെ അടുത്ത് വന്ന് മേടിക്കാവുന്നതാണ് കേട്ടോ. കാശ് മാത്രമല്ല കേട്ടോ, സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയും കൂടെ ആണ് കേട്ടോ ജോണി ചേട്ടന്റെ കച്ചവടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് പാലായിൽ നിന്നും തൊടുപുഴയ്ക്ക് പോണ വഴിക്ക് കണ്ട മറ്റൊരു കടയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ജൈവ കൃഷികൾ കൊണ്ടുണ്ടാക്കിയ ജൈവമായ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കടയാട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒറിജിനൽ ഫുൾപേലുമാണ്. ഇത് ഉള്ളിൽ ചെന്നാൽ ഒരു കുഴപ്പമില്ല. ബമ്പിളി നാരങ്ങ, ഡ്രാഗൺ ഫ്രൂട്ട്, ഏത്തപ്പഴം, ചെറുപഴം, പീച്ചിക്ക, വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തങ്ങ, ചേമ്പ്, ചെറുകിഴങ്ങ്, കാച്ചിൽ, കപ്പ, ചേന, വാഴച്ചുണ്ട്, പൈനാപ്പിള്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇഞ്ചി, നാടൻ ഇഞ്ചി. പക്ഷേ നിങ്ങൾ പലരും ഈ വഴിക്ക് യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഇത് കണ്ടിരിക്കാൻ സാധ്യതയില്ല. കാരണം ഈ കട വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉച്ചവരെ തൻ്റെ പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുത്ത് ഉച്ച കഴിഞ്ഞ് മാർക്കറ്റിലൊക്കെ പോയി ഏകദേശം 3 മണി തൊട്ട് 6 മണി വരെയാണ് ഇദ്ദേഹം ഈ കട തുറന്നു വയ്ക്കുന്നത് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ മരത്തെ കയറി ആരും കാണാതെയൊക്കെ പറിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ബമ്പിളിയാരെ അപ്പൊ അതൊരെണ്ണം ഞാൻ എടുത്തേക്കുവാണേ. ഇതൊക്കെ നല്ല കഴുകി ഉണങ്ങിയ നാടൻ ഇഞ്ചിയാ. ഇത് എത്ര നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചീഞ്ഞു പോകത്തില്ല. ചേട്ടന്റെ വീട്ടിലുണ്ടാക്കുന്ന തേനുണ്ടോ? ഫോൺ നമ്പർ സഹിതം വെച്ചിട്ടാണ് തേൻ വിൽക്കുന്നത് കേട്ടോ. 250 രൂപയാണ് കേട്ടോ ഈ ഒരു കുപ്പി തേൻ. ജോണി ചേട്ടാ, അപ്പൊ നമ്മൾ ഈ സാധാരണ എല്ലായിടത്തും ഈ വരുന്ന പച്ചക്കറികളെല്ലാം കൈ കിട്ടുന്ന എല്ലാം വെക്കും. നമ്മളിവിടെ നാടൻ സാധനങ്ങൾ അല്ലെങ്കിൽ ചേട്ടൻ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മാത്രം വിൽക്കുന്നത്. അതെന്താ അതിന്റെ ഒരു കാര്യം? ഇപ്പൊ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പലരും എന്റെ മക്കൾക്കായിരിക്കും ചിലപ്പോൾ കൊണ്ട കൊടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ അറിയാതെ എന്റെ മക്കളായിരിക്കും തിന്നുന്നത്. അവർ രോഗികളായിട്ട് മാറും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ തന്നെ. കൊല്ലപ്പള്ളിയിൽ നിന്നും തൊടുപുഴയ്ക്ക് പോകുന്ന വഴിക്ക് 500 മീറ്റർ മാറിയാണ് കേട്ടോ ജോണി എന്ന് പറയുന്ന ചേട്ടന്റെ കട.